ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു സനാനിയ ക്രിയേഷൻസ്. പിന്നെ നമുക്ക് ബട്ടർ ക്രീം വെച്ചിട്ടുള്ളൊരു നല്ലൊരു കേക്ക് റെസിപ്പി ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം അരിച്ചെടുക്കാം. അപ്പോൾ അത് 3 പ്രാവശ്യമായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. ഇനി 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇടാം. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാൻ 4 മുട്ടയാണ് എടുത്തേക്കണത്. അത് 4ഉം പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിക്കാം. ബൗളിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇനി അത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അതിനു മുമ്പ് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിക്കാം. മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഇപ്പം വാനില എസൻസ് ചേർക്കുന്നത്. ഇനി നല്ലോണം അത് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ തന്നെ വേണമെന്നില്ല, വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. കുറേശ്ശെ ആയിട്ട് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇതിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം ബീറ്റ് ചെയ്താലാണ് കേക്ക് നല്ലോണം പൊങ്ങി കിട്ടുള്ളൂ. ഇനി ഈ ഒരു ടൈമിലാണ് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഒന്ന് പതുക്കെ ബീറ്റ് ചെയ്യാം. ഇനി കുറേശ്ശെയായിട്ട് നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കയ്യിൽ ഉപയോഗിച്ച് അതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. കുറേശ്ശെ ആയിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ 1/4 കപ്പ് പാലാണ് ചേർത്തേക്കണം. പാല് നല്ലോണം തണുപ്പ് മാറ്റി വേണം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ. ഒരു ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഒഴിച്ചാലും മതിയാകും. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഓവർ മിക്സ് ചെയ്യരുത്. ഇനി ഒരു വലിയ ചരുവം ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ഹീറ്റ് ചെയ്യണം. ഇനി കുറച്ച് ബട്ടർ നമ്മുടെ കേക്ക് ടിന്നിൽ ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അങ്ങോട്ട് ഒഴിക്കാം. ഇനി നല്ലോണം ടാപ്പ് ചെയ്തെടുക്കാം. വലിയ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഇറക്കി വെക്കാം. ഇനി നല്ലോണം അടച്ച് മൂടി വെക്കാം. ഇനി വെയിറ്റുള്ള എന്തെങ്കിലും ഈ പാത്രത്തിൻ്റെ മുകളിൽ വെക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതേ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കേക്ക് റെഡി ആയാന്ന് നോക്കാം. ഇനി ഒരു ടൂത്ത്പിക്കോ അല്ലെങ്കിൽ ഈർക്കിലോ എന്തെങ്കിലും കൊണ്ട് നമുക്കിതൊന്ന് വെന്താന്ന് നോക്കാം. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മോൾഡിൽ നിന്ന് മാറ്റാം. ഇത് സൈഡ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. കേക്കിൻ്റെ ചൂട് ശരിക്കും ആറിപ്പോണതിന് മുമ്പ് വേഗം ഇത് ഡിമോൾഡ് ചെയ്യാം. ഇതിപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയേക്കണത്. അടിഭാഗം കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇത് നല്ല സ്പോഞ്ച് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ്. ഇനി നമുക്ക് ബട്ടർ ക്രീം ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബട്ടർ ക്രീം ചേർക്കാം. അതിനായി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ബട്ടർ ക്രീം എടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് വിസ്ക് അല്ലെങ്കിൽ സ്പൂണോ വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇത് ഇതേപോലത്തെ ഉള്ള ടെക്സ്ചറിൽ വരുമ്പോഴേക്കും നമുക്ക് ബീറ്റ് ചെയ്ത് നിർത്താം. ഇതേപോലെ നല്ല ക്രീമി ആയിട്ട് വരും. അത് ഒരു സ്പൂൺ വെച്ച് ചെയ്താലും മതിയാകും. ഇനി നമ്മുടെ കേക്ക് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ആയിട്ടാണ് ഇത് കട്ട് ചെയ്യണത്.
ഇത് 3 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ക്രീം കുറവായതുകൊണ്ട് ഞാൻ 2 ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇത് മാറ്റി വെക്കാം, ക്രീം. ഇനി ഒരു കേക്ക് ബേസിലേക്ക് കുറച്ച് ക്രീം വെക്കുക. കുറച്ച് മതിയാകും. ഇനി അതിനകത്തേക്ക് ഒരു ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഇതിനകത്ത് ഷുഗർ സിറപ്പ് വെക്കുന്നില്ല, കാരണം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ലെയർ വെച്ചിട്ട് ഇതങ്ങ് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബട്ടർ ക്രീം ഉണ്ടാക്കണ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. ഞാൻ ഈ കേക്ക് ക്രീം ചെയ്തെടുത്തേക്കണത് ഒരു 200 ഗ്രാമിൻ്റെ ബട്ടർ എടുത്ത് 400 ഗ്രാമിൻ്റെ ഐസിങ് ഷുഗറുമാണ് ഇതിനകത്ത് ചേർത്തേക്കണത്. ഇനി നമുക്ക് നല്ലോണം അത് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല കേക്ക് ഉണ്ടാക്കാൻ, എന്നാലും ജസ്റ്റ് ഒന്ന് ചെയ്യണത് മാത്രം. ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള ക്രീം എടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ചില ഭാഗത്ത് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗ് എടുത്ത് ഒരു ഗ്ലാസ്സിൽ ഇതേപോലെ വെക്കാം. ഇനി അതിനകത്തേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ക്രീം ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പൈപ്പിംഗ് ബാഗിൽ റോസിൻ്റെ നോസിലാണ് ഇട്ട് കൊടുത്തേക്കണത്. അത് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ ചെയ്യാം. അപ്പോൾ കുറച്ച് ബട്ടർ ക്രീം നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ചെറുതായിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ അതിനകത്തേക്ക് ചെയ്യണത്. നിങ്ങളുടെ ഐഡിയയിലുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ദേ ഇങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യണത്. അപ്പോൾ ഞാനതൊരു വലിയ പൂവായിട്ടാണ് വരച്ച് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഇത്രയും ക്രീമുള്ളൂ. ഞാൻ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.